വാക്ക് പറഞ്ഞ പാലിക്കണം. 4 പേര് കൂടുമ്പോ ചാടി എഴുന്നേറ്റ് ഓരോന്ന് പറയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വാക്ക് പറഞ്ഞ പാലിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യ നബിയെ പടച്ചവൻ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒറ്റ വാക്ക് പാലിക്കാത്തതിന്റെ പേരിൽ. ആദ്യ നബിയെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തുകൊണ്ടാണ്? ഒരു വാക്ക് പറഞ്ഞു പാലിച്ചില്ല. എന്ത് വാക്ക്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, اسكن عند وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة. പ്രിയപ്പെട്ട ഭാര്യയെയോ പടച്ചവൻ സൃഷ്ടിച്ചിട്ട് സ്വർഗം കാണിച്ചിട്ട് 2 പേരോടും പറഞ്ഞു, ആദമേ, ആ കാണുന്ന സ്വർഗമുണ്ടല്ലോ, അതിനകത്ത് കിടന്ന് എന്ത് വേണമെങ്കിലും തിന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും കുടിച്ചോ, എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചോ, ഒരാളും നിന്നോട് ചോദിക്കില്ല. പക്ഷേ ലാ തഖ്റബാ ഹാദിഹി ശജറ, കാണുന്ന മരത്തിന്റെ അടുക്കൽ പോകല്ലേ. അല്ലാഹു പടച്ചവൻ അല്ലാഹു അതാദൻ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പോകില്ലെന്ന് പറഞ്ഞ് കരാർ ചെയ്തിട്ട് സ്വർഗത്തിലെ മരത്തിന്റെ ചുവട്ടിൽ പോയി പഴം കടിച്ചിട്ട് അല്ലാഹു ഒരു തുണി പോലും കൊടുക്കാതെ നമ്മുടെ വാപ്പിയേക്കും ഉമ്മയേക്കും പടച്ചവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് വാക്കുകൾ പറഞ്ഞവരല്ലേ, ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞതല്ലേ, ജീവിതത്തിൽ എന്തേ ചെയ്യുന്നത്? അല്ലാഹുവിനോട് ഞാനും നിങ്ങളും കരാർ ചെയ്തവനാണ്. പടച്ചവരെ, ആലമുൽ അർവാഹിലെ പടച്ചവൻ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ആരാ? അല്ലാഹുവേ, നീ ഞങ്ങളുടെ റബ്ബാണ്. പടച്ചവനെ ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടാൽ അവിടെ പോയി നിസ്കരിക്കാ, നോമ്പ് പിടിക്കാ, സദഖ കൊടുക്കാ, സൽക്കർമ്മങ്ങൾ ചെയ്യാ. അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ദുനിയാവിലേക്ക് കടന്നു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവരോട് ചെയ്ത കരാർ ലംഘിച്ചവരല്ലേ. അല്ലാഹുവിന്റെ പള്ളികളുടെ വിനാരത്തിൽ നിന്ന് ഹയ്യ അല സലാ, ഹയ്യ അലൽ ഫലാഹ്, പടച്ചവന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ വിളിനിന്റെ ചെവിക്കകത്തേക്ക് കടന്നു വന്നിട്ട് പോലും പള്ളിക്കകത്ത് പോയി നിസ്കരിക്കാൻ സമയമില്ലല്ലോ. പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് പോലും കഴിഞ്ഞിട്ട് പള്ളിക്കകത്ത് കയറാൻ വയ്യ. എന്റെ പ്രിയപ്പെട്ടവരെ, 25 മിനിറ്റ് പടച്ചവൻ നിന്നോട് ചോദിച്ചിട്ട് എന്തേ കൊടുക്കാൻ കഴിയാത്തതെന്ത്? എന്തേ കൊടുക്കാൻ കഴിയാത്തതെന്ത്? ഇന്ന് 5 നേരം ജമാഅത്തായി നിസ്കരിച്ച എത്ര പേരുണ്ട്? ഇന്ന് ഈശാ നമസ്കാരം പള്ളിക്കകത്ത് നടക്കുമ്പോ ശേരിയത്തിനകത്തിരുന്ന് കളി കണ്ട എത്രയോ ചെറുപ്പക്കാരുണ്ട്. നാളെ പടച്ചവൻ നിന്നോട് ചോദിക്കും, പൊന്നുമോനെ, എന്തേ നീ നിസ്കരിക്കാനത്? പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നല്ലോ, എന്തേ നീ പള്ളിക്കകത്ത് പോയി നിസ്കരിക്കാനത്? എന്തു പറയും ചെറുപ്പക്കാരാ, എന്തു പറയും ചെറുപ്പക്കാരാ? അല്ലാഹുവിനോട് വാക്ക് പറഞ്ഞവനല്ലേ. പ്രായമുള്ള വാപ്പമാര് വേച്ച് നടന്ന് പള്ളിയിൽ പോകുന്നത് കണ്ടിട്ട് പോലും കടയ്ക്കകത്തിരിക്കുന്ന നിനക്കെന്തേ പോകാൻ കഴിയാത്തത്? വോട്ട് ഓടിക്കുന്നവരെ, റോഡിന്റെ പുറത്ത് നിൽക്കുന്നവരെ, കച്ചവടം ചെയ്യുന്നവരെ, നിനക്കെല്ലാം തന്നതല്ലയാ പൊന്നുപോലെ. ഇതെല്ലാം നിനക്ക് തന്നത് പടച്ചവനാ. ഇതെടുത്ത് കളയാൻ അല്ലാഹധികം സമയം വേണ്ട. നിനക്ക് പള്ളിക്കകത്ത് പോയിട്ട് അല്ലാഹുവേ, ഇമാമ് ഏറ്റവും ചെറിയ സൂറത്താണ് ഓതുന്നത്, ആ ഒരു 5 മിനിറ്റ് പോലും പള്ളിക്കകത്ത് പോയി നിസ്കരിക്കാൻ കഴിയാത്തവൻ എപ്പോഴെങ്കിലും നിനക്ക് തോന്നുമ്പോ ഓടി വന്ന് പള്ളിക്കകത്ത് തലകുത്തി വീണാ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് കരുതല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 2 കണ്ണും കാണാത്ത ഒരു സഹാബി കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല നബിയേ, ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല നബിയേ, ഞാനൊന്ന് വീട്ടിൽ നിസ്കരിക്കട്ടെ. ആരും എന്നെ പള്ളിയിൽ കൊണ്ടുവരാനില്ലാതെ വരുന്ന സമയം ഞാനൊന്ന് വീട്ടിൽ നിസ്കരിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, പാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ? പാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ? നഅം യാ റസൂലല്ലാഹ്,
ബാങ്ക് വിളിക്കുന്ന ശബ്ദം എന്റെ വീട്ടിൽ കേൾക്കുമെന്ന് പറയുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഒരു കയറെടുത്തിട്ട് അതിന്റെ ഒരു ഭാഗം നിന്റെ വീട്ടിൽ കെട്ടണം, മറുഭാഗം പള്ളികൾ കൊണ്ടുവന്ന് കെട്ടണം. എന്നിട്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ കയറിൽ പിടിച്ച് പള്ളികൾ വന്ന് നിസ്കരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കണ്ണും കാണാത്ത ഒരു അന്ധനായ സഹാബിയോട് പോലും പറഞ്ഞു പോയതെങ്കിൽ നിന്റെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, നിന്റെ കാലിനൊരു കുഴപ്പമില്ലല്ലോ, നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, എന്നിട്ട് നിന്റെ പള്ളിക്കകത്ത് വന്ന് നിസ്കരിക്കാൻ മടിയെന്ന്. എന്റെ പൊന്നുപോലെ എത്ര വരാത്തവനാണെങ്കിലും ഒരു ദിവസം നീ വരുമല്ലോ, എത്ര വരാത്തവനാണെങ്കിലും പള്ളികളെ കോമ്പൗണ്ടിൽ നിന്നിട്ട് പോലും കയറാത്തവരെ ഒരു ദിവസം നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ മക്കളും നിന്റെ കൂടെ പുറപ്പും എല്ലാവരും കുളിപ്പിച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിക്കാട്ടിൽ ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചവരെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് നിന്നെ കുടിച്ചിട്ടിട്ട് പോകുമ്പോ എവിടെ എഴുന്നേറ്റ് ഓടുമടാ, എവിടെ എഴുന്നേറ്റാടുമടാ, നിന്റെ കൂടെ നടന്നവരില്ല, കളിയാക്കിയവനില്ല, കൈയടിച്ചവനില്ല, സഹായിച്ചവനുമില്ല, ആരാരുമില്ലാതെ പള്ളിക്കാട്ടിൽ ആരടി മണ്ണിനകത്ത് കിടക്കുന്ന ദിവസത്തെ കുറിച്ച് മറക്കല്ലേ ചെറുപ്പക്കാരാ. ഇതുപോലെ എത്ര പേര് നടന്നതാ പൊന്നുപോലെ. നിന്റെ കാര്യം എത്രയോ കുഴകുമ്പന്മാര് ചങ്ങനാശ്ശേരിയെ വെറുപ്പിച്ചിരുന്ന എത്രയോ ചെറുപ്പക്കാര് പള്ളിക്കാട്ടിലാടാ. അവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ട് പച്ചച്ചെടി കിളിച്ചു നിൽക്കുകയാ. മറക്കല്ലേ പൊന്നുപോലെ. ആരടി മണ്ണിനകത്ത് കൊണ്ടുവെക്കുന്ന ദിവസത്തെ കുറിച്ച് ചിന്തിക്കല്ലേ. എത്രയോ കൊച്ചുമക്കള് പോയി പൊന്നുപോലെ. ഒരു രോഗമില്ലാത്തവര് പോലും പോയില്ലേ. നീ എത്രയോ രോഗം പിടിച്ചിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരടി മണ്ണിനെ കുറിച്ച് മറന്നു പോകല്ലേ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി അബൂ സിനാൻ റളിയല്ലാഹു തആല അല്ലാഹുവേ രോഗം പിടിക്കുകയാ. രോഗം പിടിച്ച് മരണപ്പെട്ട മയ്യത്ത് കൊണ്ട് കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങിപ്പോയി. പക്ഷേ 11 വയസ്സുള്ള പൊന്നുപോ വാപ്പയുടെ കബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. ആര് വിളിച്ചിട്ടും പോകുന്നില്ല, ആര് വിളിച്ചിട്ടും പോകുന്നില്ല. അബൂ സിനാൻ തങ്ങളുടെ പൊന്നുമോനോട് ചോദിച്ച്, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എല്ലാരും പോയല്ലോ, എന്തിനാ മോനെ പള്ളിക്കാട്ടിൽ തനിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുകയാ, എന്റെ ഉപ്പ ആരടി മണ്ണിനകത്ത് കിടക്കുകയാ, ഞാനില്ലാതെ ഉറങ്ങൂല, എന്റെ ഉപ്പ ഞാനില്ലാതെ ഉറങ്ങൂല. എന്റെ ഉപ്പ ഇന്ന് ഒറ്റയ്ക്ക് ഇതിനകത്ത് കിടക്കുകയാണല്ലോ, എന്റെ ഉപ്പയെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമകനെ കബറിന്റെ ചാരത്ത് നിന്ന് കരയുമ്പോൾ അല്ലാഹുവേ എല്ലാവരും പിരിഞ്ഞുപോയി. ആ 11 വയസ്സ് പ്രായമുള്ള ചെറു കൊച്ചുപോൽ അവിടെ നിന്ന് കരഞ്ഞ് തളർന്ന് കബറിന്റെ ഭാഗത്ത് വീഴുകയാ. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. വാപ്പ മകനോട് സ്വപ്നത്തിൽ വന്നിട്ട് ചോദിച്ചു, മോനെ എന്തേ പോകാത്തതെന്ത്? എല്ലാവരും ഉപ്പാനെ തനിച്ചാക്കി പോയല്ലോ പൊന്നുപോലെ. 11 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞുണ്ടല്ലോ, വാപ്പയോട് പറയുന്നു, ഉപ്പാ നിങ്ങളെ തനിച്ചാക്കിയിട്ട് എനിക്ക് പോകാൻ മനസ്സില്ല. എങ്ങനെയുണ്ട് വാപ്പാ മണ്ണിനകത്ത്, ആരടി മണ്ണിനകത്ത് എങ്ങനെയുണ്ടെന്ന് അബൂ സിനാൻ തങ്ങളോട് തന്റെ പൊന്നുമോ ചോദിക്കുമ്പോ വാപ്പ പറയുന്നു, മോനെ ഇതിനകത്ത് വാപ്പാന് സുഖവാസവാ. ഇന്ന് വരെ സ്വർണത്തിന്റെ വിരിപ്പിലുപ്പ കിടന്നിട്ടില്ല. ആരടി മണ്ണിലല്ല കിടക്കുന്നത്, എന്റെ വാപ്പ സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാണ് കിടക്കുന്നത്. എന്റെ വീടിങ്ങനെ കാലിന്റെ ഭാഗത്ത് രാവിലെയും വൈകിട്ടും മലക്ക് വന്നിട്ട് തുറന്നു കാണിക്കും പൊന്നുപോലെ. വല്ലാത്ത വിശാലതയാ. എന്റെ ഉമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്നത് പോലെയാണ് ആരടി മണ്ണിനകത്ത് ഞാൻ കിടക്കുന്നതെന്ന് 11 വയസ്സുള്ള മകനോട് വാപ്പ പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് ഉപദേശിക്കുന്നു, മോനെ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ, നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് വാപ്പയെ കുറിച്ച് പറയുമ്പോ, ഉമ്മയെ കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് നിറയുമല്ലോ, പറയാൻ 1000 നാവാണല്ലോ. പക്ഷേ ഉപ്പാനെ ഇന്ന് പറയുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? മരിച്ചുപോയ വാപ്പ ഇന്ന് വരെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിന്റെ ഉമ്മാനെ നീ ഇന്ന് വരെയുള്ള സ്വപ്നം കണ്ടിട്ടുണ്ടോ? എങ്ങനെ കാണാനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച ദിവസം നീ മറക്കല്ലേ. വെള്ളിയാഴ്ച ദിവസം പള്ളിക്കാട്ടിലേക്ക് ഒരു മലക്ക് പോകുന്നുണ്ട്. നീ ജുമുഅ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു മലക്ക് പള്ളിക്കാട്ടിലേക്ക് പോകുന്നുണ്ട്. നിന്റെ വാപ്പയുടെ കബറിന്റെ ചാരത്ത്, നിന്റെ ഉമ്മയുടെ കബറിന്റെ ചാരത്ത് രണ്ടുപേരും മരിച്ചവരാണെങ്കിൽ രണ്ടുപേരുടെയും ആത്മാക്കളുടെ റൂഹുകളെ ഒരുമിച്ച് നിർത്തിയിട്ട് ഈ മലക്ക് ചെന്നിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ ചെയ്തു കൂട്ടിയ സർവ്വകാര്യങ്ങളുണ്ടല്ലോ, നല്ല കാര്യങ്ങളെടുത്ത് കാണിച്ചു കൊടുക്കുകയാ. നിങ്ങളുടെ പൊന്നമകൻ നിസ്കരിച്ചിട്ടുണ്ട്, അവൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവൻ ഖുർആൻ ഓതിയിട്ടുണ്ട്, അവന് ദിക്റുകൾ പറയാറുണ്ട്. അല്ലാഹുവേ, മലക്കുകൾ ഓരോന്നിങ്ങനെ മരിച്ചുപോയ മാതാപിതാക്കളെ കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഉപ്പ കബറിനകത്ത് കിടന്ന് ചിരിക്കുകയോ, ഉമ്മാന്റെ മുഖത്ത് പ്രകാശവാ. അവിടെ കിടന്നുകൊണ്ട് പറയുമല്ല, എനിക്ക് ഇങ്ങനെ ഒരു നല്ല മകൻ ജനിച്ചല്ല പടച്ചവര്, അവന് അഭിയത്ത് കൊടുക്കണേ പടച്ചവര്, അവന് ദീർഘായുസ് കൊടുക്കണേ പടച്ചവര്, അവനൊരു നല്ല മരണം കൊടുക്കണേ പടച്ചവര്. പള്ളിക്കാട്ടിൽ കിടന്നിട്ട് വാപ്പ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ, നിന്റെ ഉപ്പ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ആ സമയത്ത് ചില കബറിന്റെ മുന്നില് ഒരു മലക്ക് ചെന്നിട്ട് പറയും, മനുഷ്യ, നിങ്ങളുടെ പൊന്നുപോലെ പള്ളിയുടെ പോലെ തിരുന്നിട്ട് പോലും പള്ളികൾ കയറിയിട്ടില്ല, അവൻ നിസ്കരിക്കാറില്ല, അവനൊരു നല്ല കാര്യം ചെയ്യാറില്ല, അവന് കണ്ടുപിടിച്ച് നടക്കുന്നവനാ, അവൻ വ്യഭിചരിച്ച് നടക്കുന്നവനാ, അവൻ ഒരുപാട് വൃത്തികേടുകൾ ചെയ്യുന്നവനാ. പടച്ചവരെ, മലക്കിങ്ങനെ ഓരോന്ന് പറയുമ്പോ നിന്റെ ഉപ്പ പള്ളിക്കാട്ടിൽ കിടന്ന് കരയുകയോ. ആ സമയത്ത് പെങ്ങളെ, നമസ്കാരം കളയാക്കുന്ന പെങ്ങളെ, അഹങ്കാരികളെ പോലെ തലമറക്കാതെ വൃത്തികേട് ചെയ്തിട്ട് ചങ്ങനാശ്ശേരിയിലൂടെ കറങ്ങി നടക്കുന്ന പെണ്ണ്, നിന്റെ ഉമ്മ പള്ളിക്കാട്ടിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലോ, ഇങ്ങനെ ഒരുത്തി എന്റെ വയറ്റിനകത്ത് ജനിച്ചു പോയല്ലോ റബ്ബേ, ഇവിടെയാണല്ലോ ചുമന്നുകൊണ്ട് നടന്നത്, ഇവിടെയാണല്ലോ പാല് കൊടുത്ത് വളർത്തിയത്, ഇവിടെയാണല്ലോ മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചത്. അല്ലാഹുവേ, പടച്ചവനെ, ഇങ്ങനെ ഒരുത്തിക്ക് നീക്ക് ജന്മം കൊടുക്കാൻ കഴിഞ്ഞല്ലോ. വാപ്പ കബറിനകത്ത് കിടന്ന് കരയുകയാണ്, ഉമ്മ കബറിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, മരിച്ചവരെ വേദനിപ്പിക്കല്ലേ, മരിച്ചവരെ കരയിപ്പിക്കല്ലേ, അവരുടെ ദുആയ നിങ്ങൾ സൂക്ഷിക്കണേ സഹാബാ. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയിൽ നിന്റെ കബറിനകത്തേക്ക്, നിങ്ങളുടെ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്തേക്ക് മലക്ക് പോകുമ്പോ അവിടെ കടന്നുകൊണ്ട് ഉപ്പ കരയുവോ, ഉമ്മ ചിരിക്കുവോ, ചിന്തിക്കു സഹോദരാ, ഒന്നാവ് സഹോദരാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റബിയാ, വാക്ക് പറഞ്ഞാ പാലിക്കണേ, വാക്ക് പറഞ്ഞാ പാലിക്കണേ, നിനക്ക് സ്വർഗം ഞാൻ തരാമെന്ന് അസ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച രാവിലെ നീ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് മലക്ക് പള്ളിക്കാട്ടി പോകും. എന്നിട്ട് വാപ്പാനെ ഉമ്മാനെയും വിളിച്ചിട്ട് പറയും, പൊന്നു മോൻ, അല്ലോ സിറാജ് പ്രശ്നത്തെ നാം നിസ്കരിക്കും, നല്ല കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഉമ്മമാര് മാപ്പിളി ചിരിക്കും. പക്ഷെ മോശമായി ജീവിതം നയിക്കുന്നവന്റെ എല്ലാ കാര്യവും നീ കൈയിട്ട് വാരിയതും മോശത്തരങ്ങളെ കാണിച്ചത് മുഴുവൻ അവിടെ ചെന്ന് കാണിക്കും. അപ്പൊ വാപ്പ അതിനകത്ത് കിടന്ന് കരയും, ഇങ്ങനെ ഒതിട്ട് എന്റെ വയറ്റിൽ പറഞ്ഞല്ലോ. ഉമ്മ കബറി കിടന്ന് പറയും, ഇങ്ങനെ ഒരുത്തി ഞാൻ പ്രസവിച്ചല്ലോ പ്രശ്നം. അള്ളാഹു കരയ, അള്ളാന്റെ റസൂല് പറയാം, മരിച്ചവരുടെ ദുആ സൂക്ഷിക്കണം, അവരെ നീ കരയിപ്പിക്കല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവരെയൊക്കെ സന്തോഷിപ്പിക്കാനുള്ള ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ.